അചരങ്ങളുമായ എല്ലാ ജീവികളുടെ ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നത്? ജീവാത്മാ എവിടെയാണ് കുടികൊള്ളുന്നത്? ജീവാത്മാ എവിടെയാണ് കുടികൊള്ളുന്നത്? പുറത്താണോ? ജീവാത്മാവ് ഉണ്ട്. ജീവാത്മാവ് എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്, ഹൃദയത്തിനകത്തുണ്ട്. പരമാത്മാവ് ജീവാത്മാവിൻ്റെ അടുത്തുണ്ട്, പുറമെയാണ് ഇരിക്കുന്നത്. പരമാത്മാവ് അകത്തുണ്ട്, ജീവാത്മാവ് അടുത്തുണ്ട്, ഹൃദയത്തിനകത്തുണ്ട്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട എന്നാര് പറയുന്നു? ഭഗവാൻ ഞാൻ എല്ലാവരുടെ ഹൃദയത്തിലുണ്ടെന്ന് പറയുന്നു. പക്ഷെ ആരുടെ അടുത്തായിരിക്കുന്നത്? ജീവാത്മാവിൻ്റെ അടുത്തിരിക്കുന്നു. പക്ഷെ പുറമെ എന്ന് പറയുമ്പോൾ ഈ ഭൗതിക വസ്തുവും ആരുടേതാണ്? ഭഗവാൻ്റെതാണ്. അപ്പം പുറമേയുമുണ്ട് അകത്തുമുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ശരിക്കും ഭഗവാനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പരമതത്വം ചരങ്ങളും അചരങ്ങളുമായ എല്ലാ ജീവികളുടെ ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നു. സൂക്ഷ്മഭാവം മൂലം ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനോ അറിയാനോ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഭഗവാനെ കാണാൻ പറ്റില്ല? ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. തൊട്ട് നോക്കാൻ പറ്റില്ല, കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? പിന്നെ അർജുനൻ എങ്ങനെ കണ്ടു? അർജുനൻ കൃഷ്ണനെ കണ്ടോ? എങ്ങനെ കണ്ടു? അർജുനന് ഭൗതിക ഇന്ദ്രിയങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ അർജുനൻ എങ്ങനെ കണ്ടു? എങ്ങനെ കണ്ടു? ഭഗവാനെ കാണാൻ പറ്റുന്നില്ല എന്നല്ലേ പറയുന്നു. ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അർജുനൻ കണ്ടു. വിശ്വരൂപം കാണിച്ചപ്പോൾ ദിവ്യചക്ഷു കൊടുത്തു, അതുകൊണ്ട് വിശ്വരൂപം കണ്ടു. അല്ലാതെ അർജുനൻ കണ്ടല്ലോ ഭഗവാനെ. എപ്പോഴും കണ്ടില്ലേ? എപ്പോഴും കണ്ടു. അപ്പോൾ എങ്ങനെ സാധിച്ചു? അത് ഭഗവാനല്ലേ? എന്താണ്? സുഹൃത്തായി കണ്ടു. സുഹൃത്തായാൽ കാണാം, അങ്ങനെയാണോ? അല്ലാത്തവർ കാണാൻ പറ്റില്ല എന്നാണ്. ശുദ്ധഭക്തനാണ്. അപ്പോൾ പരിശുദ്ധ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാനെ എപ്പോഴും കാണും. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്തസ്തൈവ ഹൃദയേഷു വിലോകയന്തി. പ്രേമാഞ്ജനം കണ്ണിലെന്തിനാ മൈയിടുന്നത്? ഭംഗിക്കാണോ? കണ്ണ് കുളിർമയ്ക്ക് നല്ല കൂളിങ്ങാണ്, അതിനു വേണ്ടിയിട്ടാണ് കണ്ണിൽ മെയ്യിടുന്നത്. അപ്പോൾ അതുപോലെ പ്രേമം ആകുന്ന ഈ അഞ്ജനം കണ്ണിലിട്ടാൽ നമുക്ക് ആരെ കാണാം? ഭഗവാനെ കാണാം. അപ്പോൾ കൃഷ്ണഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ഒരു പരിശുദ്ധ കൃഷ്ണഭക്തനെ ആരെ കാണാൻ പറ്റും? ഭഗവാനെ കാണാൻ പറ്റും. അല്ലാത്തവർ കൃഷ്ണന് അടുത്തുണ്ടെങ്കിലും കാണാൻ പറ്റില്ല. അങ്ങനെ ആര് കണ്ടില്ല? ദുര്യോധനൻ കണ്ടില്ല, അല്ലേ? ദുര്യോധനൻ ആരെ കണ്ടില്ല? കൃഷ്ണനെ കണ്ടില്ല. ബാക്കിയുള്ളവരാരും കണ്ടില്ല. പക്ഷേ ഈ പഞ്ചപാണ്ഡവർ കൃഷ്ണനെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഓരോ സ്ഥലത്തും അവർ കൃഷ്ണനെ റെസ്പെക്റ്റ് ചെയ്തത്, കൃഷ്ണൻ്റെ അടുത്ത് പോയി സജഷൻ ചോദിച്ചത്, റിക്വസ്റ്റ് ചെയ്തത്. ഇതെല്ലാം എന്തുകൊണ്ടാണ്? കൃഷ്ണൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോരുത്തരും ആരെ ആശ്രയിച്ചത്? കൃഷ്ണനെ. രാജസൂയ യജ്ഞം നടത്തിയപ്പോൾ ആരാണ് ബെസ്റ്റ് വ്യക്തി ഈ യജ്ഞത്തിന് എന്ന് ചോദിച്ചപ്പോൾ യുധിഷ്ഠിര മഹാരാജ് ആരെയാണ് സെലക്ട് ചെയ്തത്? കൃഷ്ണനെയാണ്. അപ്പോൾ ഭീഷ്മരെന്ത് പറഞ്ഞു? കറക്റ്റായ വ്യക്തിയെ നീ സെലക്ട് ചെയ്തു. പക്ഷെ കുടുംബത്തിൽ ഏറ്റവും സീനിയറായിട്ടുള്ള വ്യക്തി ആരാണ്? ഭീഷ്മരാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരെയാണ് വിളിക്കേണ്ടത് ആ യജ്ഞത്തിന്? ഭീഷ്മർ. കൃഷ്ണനേക്കാണ് സീനിയറാണ്, അല്ലേ? അപ്പോൾ ഭീഷ്മരെ വിളിക്കണമായിരുന്നു. പക്ഷെ യുധിഷ്ഠിര മഹാരാജ് ആരെയാണ് വിളിച്ചത്? ഭഗവാനെ വിളിച്ചു. പക്ഷെ ഭീഷ്മർ അതിന് എന്ത് പറഞ്ഞു? നീ എന്നെ വിളിക്കാതെ ആ ചെറിയ പയ്യനെ വിളിച്ചോ എന്ന് ചോദിച്ചില്ല. അപ്പോൾ എന്ത് പറഞ്ഞു? കറക്റ്റ്, നീ ചെയ്തതെന്നാണ്, കറക്റ്റാണ്. ആരെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്? പരമപുരുഷനെ തന്നെയാണ്. അപ്പോൾ ഭീഷ്മർ ആരെ മനസ്സിലാക്കി? ഭഗവാനെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഭീഷ്മർ അവസാന സമയത്തിൽ കൃഷ്ണനെ സ്തുതിച്ചത്. അല്ലെങ്കിൽ സ്തുതിച്ചോ? ദുര്യോധനൻ സ്തുതിച്ചില്ല, 100 മക്കളും സ്തുതിച്ചില്ല, ധൃതരാഷ്ട്രൻ സ്തുതിച്ചില്ല. അവസാനം ധൃതരാഷ്ട്രനെ ആര് വിളിച്ചുകൊണ്ട് പോയി? വിതുരൻ വിളിച്ചുകൊണ്ട് പോയി. ഈ വീട്ടിൽ ഇരുന്നാൽ ഇങ്ങനെ കഴിച്ച് തിന്ന് മൃഗത്തിനെ പോലെ ചത്തുപോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വയസ്സായിട്ട് നാണം കെട്ട് ഭീമൻ തരുന്ന ആഹാരവും ഭീമൻ്റെ കൂടെ ഭീമൻ 90 പേരെയും കൊന്നു, 99 പേരെയും കൊന്നു. എന്നിട്ട് നാണം കെട്ട് ആരുടെ കൂടെ നീ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അതേ ഭീമൻ്റെ കയ്യിൽ നിന്ന് ചോറും വാങ്ങിച്ച് കഴിച്ചു. നാണമില്ലേ? കാട്ടിൽ ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് വിളിച്ചുകൊണ്ട് പോയി, അല്ലേ? അപ്പോൾ ചില അവസരങ്ങളിൽ ചിലർ നമ്മളെ ചീത്ത പറയും, ഇൻസൾട്ട് ചെയ്യും. അതെന്തിനായിരിക്കും? അത് നല്ലതിനായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൃഷ്ണാവബോധം. അപ്പോൾ നമ്മൾ സറണ്ടർ ചെയ്തു. കൃഷ്ണ, എന്നെ നാണം കെടുത്തിയില്ല, എന്നിങ്ങനെ ആക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൃഷ്ണനെ സറണ്ടർ ചെയ്യും. അപ്പോൾ അതും കൃഷ്ണൻ ആ അവസരം ഉണ്ടാക്കി തരുന്നത് ആരാണ്? ഭഗവാൻ. ചിലപ്പോൾ ആ അവസരം നമുക്ക് കിട്ടും.
അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? ചിലപ്പോൾ ഭക്തന്മാർക്ക് ഭഗവാൻ പ്രയാസം തരുന്നത് എന്തുകൊണ്ടും ചിലവരെ കർമ്മം കൊണ്ടല്ല, അവരെ പരിശുദ്ധിയാക്കാൻ വേണ്ടി. കുന്തിദേവി ചോദിച്ചില്ലേ, എനിക്ക് എപ്പോഴും പ്രയാസം തരും കൃഷ്ണ എന്ന് ചോദിച്ചു. എന്തിനാണ് ചോദിച്ചത് കുന്തിദേവി? കാരണം പ്രയാസം കിട്ടുമ്പോൾ ഒക്കെ ആരെയാണ് വിചാരിച്ചത് കുന്തിദേവി? ഭഗവാനെ വിചാരിച്ചു, അല്ലേ? നമ്മൾ പ്രയാസം കൂടിപ്പോയാൽ ഭഗവാനിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. എന്തിനാണ് ഞാൻ ജപിക്കുന്നത്? എനിക്ക് ജപിച്ചിട്ട് ഇങ്ങനെയാണ് കിട്ടിയത്, എനിക്ക് ജപിച്ചിട്ട് അങ്ങനെയാണെന്ന് കിട്ടിയത് എന്ന് പറഞ്ഞ് പതുക്കെ പതുക്കെ മാറും. പക്ഷെ ഭക്തന്മാർ പ്രയാസം കൂടുമ്പോൾ ആരുമായിട്ട് അടുത്തുകൊണ്ടിരിക്കും? ഭഗവാനുമായിട്ടെടുക്കും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്കറിയാം ഇതാണ് പരമസത്യം, ഇത് അല്ലാതെ എനിക്ക് ഒരു ഗതിയുമില്ല, എൻ്റെ ഗതി ആര് മാത്രമാണ്? ഈ ഭഗവാൻ മാത്രമാണ് എന്ന് പറഞ്ഞ് ഫുള്ളി സറണ്ടറാകും. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കണം എന്ന് പറയുന്നു. ഇനി പറയുന്നുണ്ട്, അതിദൂരസ്ഥനെങ്കിലും ഏവർക്കും സമീപസ്ഥനുമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. വളരെ ദൂരെയായിരുന്നാലും എല്ലാവരുടെയും അടുത്താണെന്ന് പറയുന്നുണ്ട്. ഭഗവാൻ ദൂരെയാണോ അടുത്താണോ? ഭഗവാൻ എവിടെയായിരിക്കും? ഭഗവാന്റെ ധാമം എവിടെയാണ്? തദ്ധാമം പരമമ്മ. ആ ധാമം എവിടെയായിരിക്കുന്നത്? അത് എത്ര ദൂരമുണ്ട്? ഇവിടെ നിന്ന് ചന്ദ്രൻ എത്ര ദൂരമുണ്ട്? ചന്ദ്രനിൽ പോകാൻ എത്ര മാസം എടുക്കുന്നുണ്ട്? എത്ര സ്പീഡിൽ പോകുന്നുണ്ട്, അല്ലേ? ചന്ദ്രനും ഭൂമിക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? സൂര്യനും ഭൂമിക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? ആകാശത്തിനും ഭൂമിക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര, അല്ലേ? ഇതുപോലെ നേരെ അളക്കാൻ പറ്റാത്ത ശാസ്ത്രജ്ഞനാണ് എവിടെയുള്ളത്? ഭൂമിയിലുള്ളത്. അപ്പോൾ കൃഷ്ണലോകം എവിടെയായിരിക്കുന്നത്? അതിന് മേലെ എന്താണ് ഇരിക്കുന്നത്? സ്വർഗം. അതിന് മേലെ എന്താണുള്ളത്? ബ്രഹ്മജ്യോതി. അതിന് മേലെ വൈകുണ്ഠലോകം. അതിന് മേലെ ഗോലോകമുണ്ട്. സോ വൈകുണ്ഠലോകം എന്ന് പറഞ്ഞാൽ ഭൂമിയെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ വലുതാണ്, അതിനെ അളക്കാനേ പറ്റില്ല. അപ്പോൾ എങ്ങനെ ഭഗവാന്റെ ലോകം അത്രയും ദൂരത്തിലിരിക്കുന്ന ഭഗവാൻ ഒരിക്കലും ഗോലോക വൃന്ദാവൻ വിട്ട് പുറത്തു പോകില്ല എന്ന് പറഞ്ഞു. ഗോലോകം വിട്ട് കൃഷ്ണൻ എവിടെയും പോയില്ല. അപ്പോൾ എത്ര ദൂരത്തിലായി കൃഷ്ണൻ ഇരിക്കുന്നു? പക്ഷെ നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുമോ? കേട്ടോ, അല്ലേ? അപ്പം ഭയങ്കര അടുത്തായിരിക്കുന്നത് കൃഷ്ണൻ, പക്ഷേ വളരെ ദൂരെയാണ് കൃഷ്ണൻ ഇരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈശോപനിഷത്തിൽ ഇത് പറയുന്നുണ്ട്. ഈശോപനിഷത്തിനകത്ത് മന്ത്ര 5 പറയുന്നുണ്ട്, തത് ഏജതി തന്നൈജതി തദ്ദൂരേ തത്വന്തിഹേ തതു അന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ഭാഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ തത് ഏജതി തത് നൈജതി തതു നൈജതി, അതായത് തത് ഏജതി എന്ന് പറഞ്ഞാൽ നടക്കും ഭഗവാന് നടക്കാൻ സാധിക്കും. അപ്പോൾ ഭഗവാനെ എന്താണ് നടക്കാൻ സാധിക്കും, സാധിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? കൃഷ്ണനെ നടക്കാൻ പറ്റും, പക്ഷെ നടക്കാൻ പറ്റില്ല എന്ന് പറയും. അതായത് ഭഗവാന് അതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാന് കാലുണ്ടെന്നാണ് അർത്ഥം. ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്തിൽ തത്ത് എന്നാണ് പറഞ്ഞത്. കൃഷ്ണ നടക്കാൻ പറ്റും, കൃഷ്ണന് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തത് എന്ന് പറഞ്ഞു. തത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ്, അത് എന്നാണ് അർത്ഥം. അതിന് നടക്കാൻ പറ്റും, അതിന് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ അത് എന്ന് പറയുന്നത് ആരാണ്? അപ്പോൾ ഉപനിഷത്ത് വായിക്കുന്ന വ്യക്തികൾക്ക് ഈ അത് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലായില്ല. അപ്പം ഉപനിഷത്ത് വായിച്ചിട്ട് പറയും ഭഗവാന് രൂപമില്ല, വേദം വായിച്ചിട്ട് പറയും ഭഗവാൻ സർവ്വവ്യാപി എന്ന് പറയും. പക്ഷേ ആ സർവ്വവ്യാപിയെ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അത് നടക്കുമെന്ന് പറയുന്നു. അപ്പോൾ നടക്കണമെങ്കിൽ എന്തുണ്ടാകണം? കാലുണ്ടാകണം, അല്ലേ? കാലുണ്ടെങ്കിൽ അതിന് രൂപം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം മായാവാദം പൊളിഞ്ഞു, അല്ലേ? ഭഗവാനെ സർവ്വവ്യാപി എന്ന് പറയുന്ന കാര്യം അവിടെ തീരുന്നു. അടുത്തത് പറയാണ് തദ്ദൂരേ തത്വന്തിഹേ, അദ്ദേഹം വളരെ ദൂരെയാണ്, അത് ദൂരെയാണ്, വളരെ ദൂരെയാണ്, പക്ഷെ അകത്തുമാണ് എന്ന് പറയും. അത് ദൂരെയുമാണ്, വളരെ ക്ലോസ് ആയിട്ട് എവിടെയായിരിക്കുന്നത്? തൊട്ടടുത്ത് ഹൃദയത്തിൽ തന്നെ ആ ഭഗവാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി തത് അന്തരേ എന്ന് പറയുന്നുണ്ട്. തത് അന്തർ അസ്യ സർവസ്യ, അത് ഉള്ളിലുമുണ്ട് എല്ലാത്തിലുമുണ്ട് എന്ന് പറയും. ഓരോ വസ്തുക്കളുണ്ട്. പ്രഹ്ലാദ മഹാരാജ് ചോദിച്ചില്ലേ എവിടെയുണ്ടെന്ന് ചോദിച്ചു, എവിടെയുണ്ടെന്ന് പറഞ്ഞു. തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, എന്തെടുത്ത് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും നോക്കും, അതിനകത്തൊക്കെ ആരുണ്ട്? ഭഗവാനുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാൻ പുറത്ത് എല്ലായിടത്തും ഉണ്ട്, ഒരിടത്ത് മാത്രമല്ല, വിഗ്രഹത്തിൽ മാത്രം കാണണ്ട എന്ന് പറയാണ്. അപ്പോൾ അവിടെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തത് സർവസ്യ ഭാഗ്യസ്യ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹീ ഈസ് ഔട്ട്സൈഡ് ആൻഡ് എവറിത്തിങ്, അദ്ദേഹം പുറത്തും എല്ലാം അദ്ദേഹം തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഭഗവാൻ. ഇത് ഈശോപനിഷത്തിൽ പറഞ്ഞു, ഇവിടെ ഭഗവത്ഗീതയിലും അത് തന്നെ പറഞ്ഞു, അല്ലേ?
അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന പരമപുരുഷനായ ഭഗവാനെ എന്താണ് എല്ലായിടത്തും ഉണ്ട്, വളരെ അടുത്തുണ്ട്, വളരെ ദൂരെയുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കണം. കാണാൻ സാധിക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് എന്തിലുണ്ടാവണം? കൃഷ്ണഭക്തിയിലുണ്ടാവണം. ഈവൻ ഈ മഹാഭാരതം, അതായത് ഇത് വേദം, ഉപനിഷത്തിൻ്റെ ടോപ്പായിട്ടുള്ള ഉപനിഷത്താണ് എന്താണ്? ഗീതാ ഉപനിഷത്ത്. ആ ഉപനിഷത്തിൽ ഇനിയൊരു ഉപനിഷത്താണ് ടോപ്പായിട്ടുള്ളത്, ഈശോപനിഷത്ത്. ഈ രണ്ടിലുമാണ് ശ്ലോക നമ്മൾ പഠിച്ചത്. ഈ ഉപനിഷത്തിൽ നിന്ന് ആരാണ് ഭഗവാനെന്ന് മനസ്സിലാക്കാം, കൃഷ്ണനാണ് ഭഗവാനെന്ന് മനസ്സിലാക്കാം. ഈ ഉപനിഷത്ത് മനസ്സിലാകാത്ത വ്യക്തികൾക്ക് പഞ്ചമവേദം എന്ന് പറയുമ്പോൾ പുരാണം അല്ലെങ്കിൽ മഹാഭാരതം, ഇതും വേദത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പുരാണത്തിൽ കഥകളാണ്, കഥകൾ കൂടെ കൃഷ്ണലീലയിൽ കൂടെ കൃഷ്ണനെ പരമപുരുഷനായിട്ട് മനസ്സിലാക്കാം. മഹാഭാരതത്തിലെ ചരിത്രമാണ്. ആരുടെ ചരിത്രം? പഞ്ചപാണ്ഡവരുടെ, കൗരവരുടെയും പാണ്ഡവരുടെയും ചരിത്രം. ആ ചരിത്രത്തിൽ കൂടെ ഭഗവാനാണ് പരമപുരുഷനെന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഒരു വേദം വായിച്ചിട്ട് അതിലെ ഭഗവാനെ പരമപുരുഷനായിട്ട് റിയലൈസ് ചെയ്ത് സാധന ചെയ്ത് വരുമ്പോൾ നമുക്ക് ദൂരെ ഇരിക്കുന്ന ഭഗവാനും അടുത്തിരിക്കുന്ന ഭഗവാനും മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അതേപോലെ ഒരു ചരിത്രം ഒരാളുടെ ജീവിതത്തിൽ കൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ പഞ്ചമവേദം ബുദ്ധിയില്ലാത്തവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വേദമാണ്. പ്രത്യേകിച്ച് കലിയുഗത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വേദമാണ്. കലിയുഗത്തിലെ ആൾക്കാർക്ക് ഇൻ്റലിജൻ്റ് ഉണ്ടാവും? ഇല്ല. വേദം വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അതുകൊണ്ട് ഏത് വേദം പഠിച്ചാൽ മതി? പഞ്ചമവേദം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശ്രീമദ് ഭാഗവതം മഹാപുരാണം എന്ന് പറയുന്നു. ഈ മഹാപുരാണം ഇത് മാത്രം വായിച്ചാൽ മതി, വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല എന്ന് പറയുന്നു. എന്ത് പഠിച്ചാൽ മതി? ശ്രീമദ് ഭാഗവതം മാത്രം വായിച്ചാൽ മതി. നമുക്ക് വേറെ മഹാഭാരതം വായിച്ചാൽ മതി. കറക്റ്റായിട്ട് മഹാഭാരതം വായിച്ചാൽ കൃഷ്ണഭക്തി ഉണ്ടാവും. അപ്പോൾ ദ്രൗപദിക്ക് ആ രാജ്യസഭയിൽ വെച്ചിട്ട് നാണം കെടുത്തി, സാരി വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ ദ്രൗപദി വേറെ ഒരു ഗതിയില്ലാതെ ഓരോ ഭർത്താക്കന്മാരെയും നോക്കി, ഭീമനെ നോക്കി. കാരണം ഭീമൻ എപ്പോഴും ദ്രൗപദിയെ ഭയങ്കര ഇഷ്ടമാണ്. ദ്രൗപദി എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്നില്ല, അല്ലേ? ദ്രൗപദി ആ മലയുടെ ഹിമാലയത്തിൻ്റെ മേലെയുള്ള ഒരു താമരപ്പൂ വേണമെന്ന് ചോദിച്ചപ്പോൾ ആർക്കും പറ്റില്ല അവിടെ പോകാൻ. ഭീമൻ ഇമ്മീഡിയറ്റായിട്ട് വലിഞ്ഞു കയറി അവിടെ പോയി ഹനുമാൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി അതെല്ലാം തോൽപ്പിച്ച് ആ താമരപ്പൂവിനെയും കൊണ്ട് കൊടുത്തു. അപ്പം സാധാരണ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. രാമചന്ദ്രമൂർത്തിയുടെ അടുത്ത് സീത എന്ന് ചോദിച്ചു, മാനിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രാമചന്ദ്രമൂർത്തിക്ക് അത് നിസാരം കൊടുക്കാൻ പറ്റും. പക്ഷേ രാമചന്ദ്രമൂർത്തി അവിടെ മനുഷ്യാവതാരമായിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ ബാക്കി ഓടിപ്പോയി, വേട്ടയാടി പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ പിടിച്ചു കൊടുക്കാൻ പറ്റിയോ? സാധിച്ചില്ല. ആ ജീവനോടി പിടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ പ്രീതിപ്പെടുത്താൻ പറ്റിയില്ല, അല്ലേ? പക്ഷെ ഭീമൻ അതൊക്കെ ചെയ്തിരുന്നുവെങ്കിലും അവസാനം ഗതികെട്ട് ഒരു പ്രാവശ്യം അവിടെ വെച്ച് എന്നെ രക്ഷിക്കൂ, നിങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയില്ലേ എന്ന് പറഞ്ഞു. ഭീമൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭീമൻ ഗത എടുത്തിട്ട് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ആ യുധിഷ്ഠിര മഹാരാജ് പറയും, ഭീമ മിണ്ടാതിരിക്കുക, നമ്മൾ തോറ്റുപോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ധർമ്മം വിട്ടുകൊടുക്കരുത്, തോറ്റാ മര്യാദയ്ക്ക് ഇരുന്നോളണം, പിന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പം ഭീമൻ ചേട്ടനെ ചീത്ത പറയും, നീയൊക്കെ എന്തിനു കൊള്ളാം, നിന്നെക്കാരനെ എന്ത് ഗതികെട്ട് എന്ന് പറഞ്ഞിട്ട് ചേട്ടനെയും ചീത്ത പറഞ്ഞുകൊണ്ട് ഭീമൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് വിചാരിക്കും, പാവം ആ ചേട്ടനെ ചീത്ത വിളിക്കാൻ പാടില്ലല്ലോ എന്ന് ഭീമൻ വിചാരിക്കും. സാധാരണ ഒരു മനുഷ്യരെ പോലെ പ്രവർത്തിക്കും. അങ്ങനെ ഒരു അവസരത്തിൽ ആ ഭാര്യയെ സഹായം ചോദിച്ചപ്പോൾ ആർക്ക് ചെയ്യാൻ പറ്റില്ല? ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഭർത്താവല്ല, 5 ഭർത്താവ്, 5 പേര് ഭയങ്കര ക്വാളിറ്റിയുള്ള ആൾ. ഒരാൾ കാറ്റിനെ പിടിച്ച് നിർത്തും, അർജുനൻ. അങ്ങനത്തെ ആൾക്ക് ആരെ രക്ഷിക്കാൻ പറ്റിയില്ല? ദ്രൗപദി രക്ഷിക്കാൻ പറ്റില്ല. അവസാനം ആരെ ശരണം പ്രാപിച്ചു? ഭഗവാനെ വിളിച്ചു. ഭഗവാനെ എങ്ങനെ വിളിച്ചു? കേശവ എന്ന് പറഞ്ഞ് ആദ്യം വിളിച്ചു, കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ കേശവൻ വന്നോ? വന്നില്ല. പിന്നെ എങ്ങനെ വിളിച്ചു? സാരി പോയാ പോട്ടെ, എനിക്ക് നീയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ കേശവ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അൺലിമിറ്റഡായിട്ട് സാരി വരും. അവിടെയും ഈ കേശവ എന്ന് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് ദ്രൗപദി വിളിക്കുമ്പോൾ രുക്മിണി ദ്വാരകയിൽ ഇരുന്നുകൊണ്ട് കൃഷ്ണൻ്റെ അടുത്ത് പറയും, കൃഷ്ണ എൻ്റെ ഭക്തയല്ലേ, കരയുന്നില്ലേ, നീ പൊയ്ക്കൂടെ എന്ന് പറയും. അപ്പോൾ പറയും, എന്നെ ശരണം പ്രാപിച്ചില്ല. എന്താ ശരണം പറയും? വിളിച്ചുകൊണ്ടേയിരിക്കും, നിന്നെ തന്നെയാണ് വിളിക്കുന്നത്, വേറെ ആരാ വിളിക്കുന്നത്? എന്നെ വിളിക്കുന്നുണ്ട്, പക്ഷെ ശരണം പ്രാപിച്ചില്ല എന്ന് പറയും. അപ്പോൾ ഇല്ല, നീ എന്തായാലും നിന്നെ വിളിച്ചതിന് വേണ്ടി നീ പോകണം എന്ന് പറയും. ശരി, ഞാൻ പോകാം എന്ന് പറഞ്ഞു. കൃഷ്ണ എന്ന് നിൻ്റെ നാമം വിളിച്ചാൽ, നിൻ്റെ നാമത്തിന് അത്രയും മാഹാത്മ്യമില്ലേ, ശരണം പ്രാപിച്ചില്ലെങ്കിൽ നിൻ്റെ നാമം ജപിച്ചാൽ നീ പോകണം എന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ ശരി ഞാൻ പോകാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നടവരെ ഇറങ്ങിയിട്ട് കൃഷ്ണൻ തിരിച്ചകത്തോട്ട് വരും.
അപ്പം രുക്മിണി ചോദിക്കും, നീ എന്താ പോയിട്ട് തിരിച്ചു വന്നത് എന്താ കൃഷ്ണ, ഭഗവാൻ എന്താ നിങ്ങൾ തിരിച്ചു വന്നെന്ന് ചോദിച്ചു. ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ നാമം രക്ഷിച്ചു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ദ്രൗപദിയുടെ അടുത്ത് ആര് വന്നില്ല? കൃഷ്ണൻ പേഴ്സണലി വന്നില്ല. കൃഷ്ണ എന്ന് പറഞ്ഞ നാമം വിളിച്ചപ്പോൾ വന്നു. അപ്പോൾ കൃഷ്ണൻ പേഴ്സണലി വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫുള്ളി സറണ്ടർ സോളായിരിക്കണം, അല്ലേ? അർജുനൻ അപ്പോൾ എങ്ങനത്തെ വ്യക്തിയാണ്? ഫുള്ളി ശരണം പ്രാപിച്ച വ്യക്തിയാണ്. യുധിഷ്ഠിര മഹാരാജ് ഫുള്ളി ശരണം പ്രാപിച്ച വ്യക്തിയാണ്. നമ്മൾ അങ്ങനത്തെ വ്യക്തിയല്ല. നമ്മൾ എന്ത് ചെയ്യുന്ന വ്യക്തിയാണ്? നാമം ജപിക്കുന്ന വ്യക്തി. അതൊന്നും ശുദ്ധനാമമാണ് ജപിക്കുന്നത്. ഇല്ല, ദ്രൗപദി വിളിച്ചതുപോലെ കൃഷ്ണ നിലവിളിച്ച് വിളിച്ചോ? ഇല്ല, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കും. ഇങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ശ്രദ്ധയില്ലാതെ നാമം ജപിച്ചിട്ടേ നമ്മളെ ഭഗവാൻ രക്ഷിക്കുന്നു, അല്ലേ? അപ്പോൾ ശ്രദ്ധയോടി വിളിച്ചാലോ ഈവൻ കൃഷ്ണൻ മേലെ ദൂരെ ഇരിക്കുന്ന കൃഷ്ണൻ ഇറങ്ങി വരുന്നതിന് മുമ്പ് കൃഷ്ണൻ്റെ നാമം രക്ഷിക്കും. അപ്പോൾ കൃഷ്ണൻ എല്ലായിടത്തും ഉണ്ടാവില്ലയോ? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് കാട്ടിലിരിക്കുമ്പോഴും ദ്രൗപദിക്ക് പ്രശ്നം വന്നു. ആര്? ദുർവാസ മുനിയെ പറഞ്ഞു വിട്ടു. അപ്പോൾ ആരെ വിളിച്ചു? ഭർത്താക്കന്മാരൊക്കെ കൈ മരത്തി കരഞ്ഞുകൊണ്ടിരിക്കും. ദ്രൗപദി കരഞ്ഞത് പോരാന്ന് പറഞ്ഞിട്ട് ജയ ശ്രീ ശ്രീ രാധാമാധവ. ദ്രൗപദി കരയുന്നത് പോരാന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ കരയുന്നു. ഞാൻ എന്ത് ചെയ്യും? ഇനി എന്ത് ശാപം എനിക്ക് കിട്ടാൻ പോകുന്നുണ്ട്? എൻ്റെ കുലം മുഴുവനും നശിച്ചു പോകുമല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ആര് കരയുന്നു? ഭാര്യയുടെ ഒപ്പം ഇരുന്ന്. അപ്പോൾ സഹായിക്കേണ്ട ഭർത്താവ് ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ എന്ത് ചെയ്യും? ആരെ ശരണം പ്രാപിക്കും? ഇമ്മീഡിയറ്റായിട്ട് ദ്രൗപദി വേറെ നിവർത്തി കേട്ട് കേശവ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രത്യക്ഷപ്പെട്ടു. എവിടെയോ ദ്വാരകയിലിരിക്കുന്ന കൃഷ്ണൻ ഇമ്മീഡിയറ്റായിട്ട് പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? അപ്പോൾ ദൂരെയാണോ അടുത്താണോ ഭഗവാൻ? വളരെ അടുത്തായിരുന്നു, അല്ലേ? ഇമ്മീഡിയറ്റായിട്ട് വന്നു, പാത്രം എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞു. അത് കൃഷ്ണൻ ഞാൻ കഴുകി വെച്ചു, ഇനി അതിൽ നിന്ന് വരില്ല, റൂൾസൊക്കെ പറയുകയാണ്. ഇനി അതിൽ നിന്ന് ഒന്നും കിട്ടില്ല. ഇല്ല, നീ കൊണ്ടുപോവാ, അത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു ക്ഷീര മിച്ചം വെച്ചിട്ടുണ്ട്, നീ കഴിവുമ്പോൾ അത് പോകാതെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരുടെ പ്ലാനാണ്? യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ പ്ലാനാണ്. നമ്മൾ മുഴുവനും വേണമെങ്കിൽ ഡെയിലി കഴുകി വയ്ക്കുമ്പോൾ വെക്കാമായിരുന്നു. പക്ഷെ അന്ന് ആ പാത്രം മുഴുവനും കഴുകിയില്ല. കാരണം കൃഷ്ണന് 3 കാലങ്ങൾ അറിയുന്ന വ്യക്തിയാണ്, ത്രികാലജ്ഞനാണ്. അപ്പോൾ 3 കാലവും അറിയാമെന്നുള്ളത്. ഫ്യൂച്ചറിൽ എന്ത് നടക്കുമെന്ന് ആർക്കറിയാം? ഇങ്ങനെ ദുർവാസമുനി വരുമെന്ന് ആർക്കറിയാം? കൃഷ്ണനറിയാം. കൃഷ്ണൻ എവിടെ ഇരുന്നാണ് കാണുന്നത്? ദ്രൗപദിയുടെ ഹൃദയത്തിൽ ഇരുന്നാണ് കാണുന്നത്. അതുകൊണ്ട് ആ പാത്രം നേരെ കഴിയില്ല, അവിടെ ഉണ്ടാവും പിച്ച. അപ്പോൾ കൃഷ്ണന് മനസ്സിലായി, അത് എടുത്തിട്ട് വാ, നീ നേരെ കഴിയില്ല എന്ന് എനിക്കറിയാം, അത് ഞാൻ തന്നെയാണ് പ്ലാൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്നു. എടുത്തോണ്ട് വന്ന് അത് കഴിച്ചപ്പോൾ ജഗത്ത്, ലോകം മുഴുവനും പ്രീതിപ്പെട്ടു. ഇമ്മീഡിയറ്റായിട്ട് ടാറ്റ പറഞ്ഞ ആര് പോയി? ദുർവാസം പോയി. ഈ ഏരിയയിൽ പോലും വന്നില്ല, അടുത്ത് പോലും വന്നില്ല, അതിലേ അങ്ങ് പോയി. ശിഷ്യന്മാരും ഗുരുവും എല്ലാം കൂടെ സ്ഥലം വിട്ടു, അല്ലേ? അപ്പോൾ ഭഗവാൻ എവിടെയായിരിക്കുന്നത്? ദൂരെയല്ല. പക്ഷെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഭഗവാൻ ദൂരെയാണെന്ന് വിചാരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പൂജാ റൂം എവിടെയാണ്, ഞാൻ ആ റൂമിലാണ്, ചീത്ത പറയും, വഴക്കുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കുന്ന. ഞാൻ ഭഗവാന്റെ ഫ്രണ്ടിലൊന്നും ചെയ്തില്ല. ഭഗവാൻ ഇവിടെയുണ്ട്, അവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്, അല്ലേ? അപ്പോൾ എല്ലായിടത്തും ഉണ്ട് എന്നുള്ള ബോധം വളർത്തണം. ബോധം എങ്ങനെ വളരും? കൃഷ്ണബോധത്തിലേ വളരും. അപ്പോൾ അതുമാത്രമാണ് ചെയ്തത്. അർജുനൻ ഇതുപോലെ സംഭവിച്ചു. അർജുനൻ കൃഷ്ണൻ്റെ പ്രിയ സുഹൃത്താണ്. പ്രിയ സുഹൃത്താണെങ്കിൽ എല്ലാത്തിനും ആരെ വിളിക്കണമായിരുന്നു, അല്ലേ? നമ്മൾ എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ വരുന്ന നീ എൻ്റെ കൂടെ പോകാം, പൈസ ഇല്ല, അത് കുഴപ്പമില്ല, നീ എൻ്റെ കൂടെ വന്നോ, ഞാൻ കൊണ്ടുപോകാം എന്ന് വിളിക്കില്ലേ? ഒരു കൂട്ടുകാരനെ, ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൻ, അവന് വേണ്ടി പൈസ കൊടുക്കും, എല്ലാം കൊടുക്കും, കൊണ്ടുപോകും. ഇതാണ്. അവനൊരു പ്രശ്നം വന്നാൽ നമ്മൾ ഫ്രണ്ടിൽ പോയി ഫസ്റ്റ് അവൻ്റെ കൂടെ പോയി. ഇതാണ് പ്രിയ സുഹൃത്ത്. അപ്പോൾ കൃഷ്ണൻ വന്നു. ഇവരെല്ലാം കാട്ടിപ്പോയപ്പോൾ കൃഷ്ണൻ കൊട്ടാരത്തിൽ സുഖമായിട്ടിരുന്നില്ല. കൃഷ്ണൻ ഇത്രയും 18,108 ഭാര്യമാർക്ക് കൊട്ടാരവും മക്കളുമുള്ള സ്നേഹത്ത് പ്രേമം കൊണ്ടിരിക്കുന്ന അവരെ വിട്ടിട്ട് ആരുടെ ഒപ്പം വന്നു? കാട്ടിൽ വന്നു, അല്ലേ? കാട്ടിൽ വന്നു. അവിടെ കട്ടിലില്ല, ബെഡുമില്ല, ഒന്നുമില്ല. അവിടെ വന്നിട്ട് കൃഷ്ണൻ ഇവരുടെ ഒപ്പം ഇരുന്നു. അപ്പോൾ കൃഷ്ണൻ വന്നപ്പോൾ ഇവർക്ക് മുഴുവൻ സന്തോഷവും കിട്ടി. അപ്പോൾ എത്ര കാരുണ്യമാണെന്ന് ആലോചിച്ചു. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? കൃഷ്ണനാണ്. അർജുനൻ അന്വേഷിച്ചു വന്നു, വിളിക്കാതെ. പക്ഷെ അർജുനൻ എന്താ ചെയ്തത്? ആവശ്യം വന്നപ്പോൾ ശരിക്കും ഗാന്ധീപം കയ്യിലിരുന്നപ്പോൾ ഒരു അഹങ്കാരം, ഇനി എനിക്ക് ആരുടെ സഹായം വേണ്ട. അപ്പോൾ സന്താന ഗോപാലകൃഷ്ണയുടെ കഥയിലെ ബ്രാഹ്മണൻ്റെ അടുത്ത് വാക്ക് കൊടുത്തു. കൃഷ്ണൻ്റെ അടുത്ത് ചോദിച്ചില്ല. കൃഷ്ണൻ ഞാൻ കൊടുക്കട്ട, രക്ഷപ്പെടുക, ഒന്നും ചോദിച്ചില്ല, അങ്ങ് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയില്ല. ഫൈനലി കരഞ്ഞിട്ട് തീയിൽ ചാടി ചാകാൻ പോകുമ്പോൾ കൃഷ്ണൻ പറയും, അപ്പോൾ വിചാരിക്കും ഭഗവാന് നീയും എന്നെ രക്ഷിച്ചില്ലല്ലോ എന്ന് വിളിക്കും. അപ്പോൾ ഉടനെ ആ സ്പോട്ടിൽ വരും. അർജുന എന്താ ചെയ്യാൻ പോകുന്നത്? മണ്ടത്തനം കാണി, എന്തിനാ ചാകാൻ പോകുന്നത്? നമുക്ക് രക്ഷിക്കും, ഇനി വരണ്ട എൻ്റെ കൂടെ,
സമയത്തിന് വന്നില്ലല്ലോ, ഞാൻ നാണം കെട്ടില്ലേ എന്ന് പറയും. ഇല്ലല്ലോ, കുഴപ്പമില്ല, ഞാൻ രക്ഷിക്കാൻ പോകുന്നു. യുധിഷ്ഠിര മഹാരാജ് ചൂത് കളിച്ചപ്പോൾ ആരാണ് ഇത് താഴത്ത് ഇത് ഉരുട്ടിയത്? അവരുടെ സൈഡ് മാമനാണ് ഉരുട്ടിയത്. അപ്പോൾ ഇവരാരെ വിളിക്കണമായിരുന്നു? അവരുടെ മാമനെ വിളിച്ചാൽ മതിയായിരുന്നു അല്ലേ പകരത്തിന്. പക്ഷേ ഇല്ല, എനിക്കറിയാം ഞാൻ ഭയങ്കര സ്മാർട്ടാണ്, ഞാൻ നന്നായിട്ട് കളിക്കും, ഞാൻ ധർമ്മിഷ്ഠനാണ്, ഞാൻ വിട്ടാൽ തെറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്തായി? നിൻ്റെ ധർമ്മം എല്ലാം പോയി. കൃഷ്ണൻ കള്ളം പറയാൻ പറഞ്ഞാൽ ആര് പറയണമായിരുന്നു? യുധിഷ്ഠിരൻ പറയണമായിരുന്നു. യുധിഷ്ഠിരൻ്റെ രഥം അതുവരെ തറയിൽ തൊടാതെ പോകുമായിരുന്നു. പക്ഷെ കൃഷ്ണൻ പറഞ്ഞു നീ കള്ളം പറയാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല. കാരണം കള്ളം ഞാൻ പറയില്ല, ഞാൻ ധർമ്മം പഠിച്ച വ്യക്തിയാണ്, ഞാൻ വേദം പഠിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞു. അവസാനം കൃഷ്ണൻ പറയിപ്പിച്ചു. പക്ഷെ അന്ന് മുതൽ ഭൂമിയിൽ തൊട്ടേ പോകത്തുള്ളൂ. അപ്പോൾ എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വാക്കാണ് ധർമ്മം, അതിനപ്പുറം ഒരു ധർമ്മമില്ല. ഭഗവാൻ നിന്നിട്ട് കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലണം. അർജുനൻ്റെ അടുത്ത് പറഞ്ഞില്ലേ കൊല്ലാൻ പറഞ്ഞു, കൊല്ലണം. ഭഗവാൻ കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ കൊല്ലരുത്, ചാകാൻ പറഞ്ഞാൽ ചാകണം. കാരണം ഇത് ആരുടേതാണ്? ഈ ശരീരം അത് ഭഗവാന്റേതാണ്. അകവും പുറവും ഉള്ളിലും എല്ലാം ഇതാരാ തന്നിരിക്കുന്നത്? ഈശ്വരൻ തന്നതാണ്. നമുക്കിതിന് അവകാശമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൂയിസൈഡ് ചെയ്താൽ കോർട്ട് നമ്മളെ പിടിച്ച് ജയിലിലിടുന്നത്. എന്തുകൊണ്ട്? അവകാശമില്ലാത്ത ഒരു സാധനം നമ്മുടെ അടുത്ത് ചീത്തയാക്കാൻ പറ്റും അല്ലേ? വേറൊരാളുടെ സാധനം മോഷ്ടിച്ചാൽ ജയിലിൽ കൊണ്ടിട്ടില്ലേ? അതുപോലെ നമുക്ക് അവകാശപ്പെടാത്ത ഒരു സാധനത്തിന് നശിപ്പിക്കാൻ പോയതുകൊണ്ടാണ് ജയിലിൽ കൊണ്ടിട്ടത്. അല്ലെങ്കിൽ അവർക്ക് വരേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ എന്താ പറയുക, അത്ര കാരുണ്യമാണ്. ഈവൻ യുദ്ധത്തിൽ എന്താ പറയുക, കർണൻ വന്നിട്ട് ഒരു സ്പെഷ്യൽ ശക്തി അസ്ത്രം നാരായണാസ്ത്രം യൂസ് ചെയ്യും. നാരായണാസ്ത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാരായണാസ്ത്രത്തിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാളുടെ പേര് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ആ ആളെ മാത്രം കൊന്നിട്ടുണ്ട്, വേറെ ഒന്നും പൊട്ടിത്തെറിക്കില്ല. ഒരു ന്യൂക്ലിയർ ബോംബിട്ട മൊത്തം പാവം കിടന്നുറങ്ങുന്ന കുട്ടി വലുത് എല്ലാം ചെയ്യും. പക്ഷെ നാരായണ അസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെ ബാക്കിൽ ടാർഗറ്റ് ചെയ്ത് വിടും. അതങ്ങനെ കറക്റ്റായിട്ട് പോയി അയാളെ മാത്രം കൊന്നിട്ട്. അപ്പോൾ ഇവിടെ 5 പേരെ ടാർഗറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ആരെയാണ്? പഞ്ചപാണ്ഡവന്മാരെ ടാർഗറ്റ് ചെയ്ത് നാരായണാസ്ത്രം വിട്ടു. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് അർജുനൻ ഓടിപ്പോയിട്ട് കാലി വീണ്ടോടും, ഭഗവാനെ നാരായണാസ്ത്രം വിട്ടു, ഞാൻ എനിക്ക് പകരം വിടാൻ ഒന്നുമില്ല നാരായണാസ്ത്രത്തിന്, ഞാൻ എന്ത് ചെയ്യട്ടെന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ പറയും എല്ലാവരും തറയിൽ കിടക്കുന്നു പറയും, നാരായണനെ സറണ്ടർ ചെയ്യും. സറണ്ടർ ചെയ്താൽ ഒരു അസ്ത്രവും നിന്നെ അഫക്റ്റ് ചെയ്യില്ല, പെട്ടെന്ന് വീണോന്ന് പറയും. കേട്ടതേ ഉള്ളൂ, പെടാന്ന് വീണു. ആര്? അർജുനൻ വീണു, യുധിഷ്ഠിര മഹാരാജ് വീണു, നകുലൻ വീണു, സഹദേവൻ വീണു, ഭീമൻ മാത്രം വീണു. അങ്ങനെ കർണൻ്റെ ഫ്രണ്ടിലൊന്നും തോറ്റ് നിൽക്കും, ഞാൻ ചത്താലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞ് തലയും പൊക്കി ഇങ്ങനെ നിൽക്കണം. കൃഷ്ണൻ പറയും പെട്ടെന്ന് വീഴുന്നവർ കേട്ടു, ഒറ്റ അടി പടാ, അങ്ങനെ ചുരുണ്ട് താഴോട്ട് വിടും. അപ്പോൾ കൃഷ്ണന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ ഉള്ളത്? കൃഷ്ണൻ അത്ര സ്നേഹമാണ്, തൻ്റെ ഭക്തനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതാണ് കൃഷ്ണൻ്റെ ആവശ്യം. അപ്പോൾ ഈ ഒരു അടി കൊടുത്തതും ഇമ്മീഡിയറ്റായിട്ട് ആരും മറിഞ്ഞു വീഴും? ഭീമൻ മറിഞ്ഞു വീഴും. അവസാനം ഭീമൻ നോക്കുന്ന രക്ഷപ്പെട്ടു. ഇതേ ഭീമൻ ഒരു ക്ഷണം തെറ്റിയിരുന്നെങ്കിൽ ആര് ചത്തുപോകുമായിരുന്നു? അപ്പോൾ ആരെ രക്ഷിച്ചത്? അപ്പോൾ ഭഗവാൻ എവിടെയായിരിക്കുന്നത്? ഭീമൻ എങ്ങനെ ചിന്തിക്കുമെന്ന് ആർക്കറിയാം? കൃഷ്ണനറിയാം. കാരണം കൃഷ്ണൻ അകത്താണ് ഇരിക്കുന്നത്. നമുക്ക് ഒരാൾ ഇങ്ങനെ പറയുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് അയാൾ പറഞ്ഞു പോയി ഒരു വാക്ക്, വിട്ട വാക്കും അസ്ത്രവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയും അല്ലേ? ഒരു വാക്ക് നമ്മൾ പറഞ്ഞു പോയാൽ പിന്നെ ഒരു കാലം അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ആ വാക്ക് എത്രത്തോളം ആ വ്യക്തിയെ വേദനിപ്പിക്കും? ചിലപ്പോൾ ഒരുപാട് വേദനിപ്പിക്കുമായിരിക്കും, പക്ഷെ നമ്മൾ വിട്ടാൽ പോയി. അതുപോലെ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ നമുക്ക് തന്നെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് അയാൾ പറഞ്ഞു പോകും, സ്റ്റോപ്പ് ചെയ്യാൻ ചിന്തിക്കുന്നതിന് മുമ്പ് ആ വാക്ക് പുറത്തു വരും. പക്ഷെ കൃഷ്ണൻ അറിയാം ഇത് പറയുമെന്നറിയാം, ഇങ്ങനെ ഭീമൻ നിൽക്കുമെന്നറിയാം തല പൊക്കിയിട്ട്, അതുകൊണ്ട് പെട്ടെന്നടിച്ചു അല്ലേ? അപ്പോൾ ഭഗവാന് നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നന്നായിട്ടറിയാം. നമ്മൾ എത്ര സാധന ചെയ്താൽ ഭഗവാന്റെ അടുത്ത് എത്തും എന്നുള്ള കാര്യം ആർക്കറിയാം? ഭഗവാൻ അറിയാം. അപ്പോൾ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് ആയിട്ടാണ് ഭഗവാൻ എന്താ ചെയ്യിച്ചാൽ നമുക്ക് അനുഗ്രഹപൂർവ്വം ഗുരുവിനെ അയച്ചു. ആ ഗുരുവിൽ കൂടെ ശാസ്ത്രം പഠിക്കാൻ പറയും. ഗുരു എന്തിനാണ് അയച്ചിരിക്കുന്നത്? നമ്മളെ ഷോയ്ക്കാണ് അയച്ചിരിക്കുന്നത്, ശാസ്ത്രം പഠിപ്പിക്കാനായിട്ട്. ഗുരു എന്തിനാണ് വേണ്ടത്? സ്കൂളിലെ ടീച്ചർ എന്തിനാണ് വേണ്ടത്? നമുക്ക് പ്രൊഫസർ അവിടെ പോയി ഡെയിലി പോയി പ്രൊഫസറെ കണ്ട് ചിരിച്ചിട്ട് ഹൈ നന്നായിരിക്കുന്നോ, കഴിച്ചോ, ഇല്ലേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കഴിക്കുക, അതിനാണ് വരുന്നത്. കോളേജിൽ പോയാൽ പ്രൊഫസറിനെ യൂസ് ചെയ്ത് നമ്മൾ പഠിക്കണം. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തിത്തെ ജ്ഞാനം ജ്ഞാനിന തത്വദർശന.
വിനയപൂർവ്വം സേവനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ച് മനസ്സിലാക്കി പഠിക്കണമെന്നല്ലേ ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അത് പഠിക്കാതെ ഒരു ഗുരുവിനെ വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഡെഫിനറ്റായിട്ട് പഠിക്കണം. അത് യൂസ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സദ്യ വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് എനിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. വിളമ്പി വെച്ചാൽ എടുത്ത് കഴിച്ച് ഹാപ്പി ആയിട്ട് അങ്ങ് പോകണം, അല്ലേ? അതാണ് സന്തോഷം കിട്ടുന്നത്. അപ്പോൾ ഗുരുവിനെ കിട്ടിയാൽ യൂസ് ചെയ്യാൻ പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ, വൈഷ്ണവരെ കിട്ടിയാൽ യൂസ് ചെയ്യാൻ പഠിക്കണം. എങ്ങനെ യൂസ് ചെയ്യണം? വൈഷ്ണവരെ കൊണ്ട് യാത്ര പോവുക, കറങ്ങുക, പൈസ കൊടുക്കുക, പൈസ വാങ്ങിക്കുക, അങ്ങനെയാണോ? അല്ല, ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കണം. അവരെ കിട്ടിയ ഒരു ക്ഷണം, ഒരു സമയം കിട്ടിയാൽ ഒരു സംശയം ചോദിക്കാം. ചിലപ്പോൾ ഒരേ ആൾ എന്നും പറയുമ്പോൾ നമുക്കതിന് വില കാണില്ല. പുതിയതായിട്ട് ഒരു ഡ്യൂട്ടിയെ കിട്ടുമ്പോൾ ആ ഡ്യൂട്ടിയുടെ പോയിട്ട് നമ്മൾ ചോദിക്കാം, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് പ്രഭു, അത് ഞാൻ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാം. അപ്പോൾ ആ ഡിവോട്ടി നമ്മൾ ചോദിച്ച ചോദ്യം കൃഷ്ണനെ അറിയാം, കൃഷ്ണനകത്തല്ലിരിക്കുന്ന ആ ഡിവോട്ടിക്ക് പറഞ്ഞു കൊടുക്കും നമ്മുടെ ആൻസർ. സർവസ്യ എന്താ പറയുക, ദിവ്യജ്ഞാൻ ഹൃദയ പ്രകാശിത. ചിലപ്പോൾ നമുക്ക് ഇത് വായിച്ചതൊന്നും ഓർമ്മ കാണില്ല. നമുക്ക് പലതും വായിച്ചിട്ടുണ്ട്, ഇതൊക്കെ മനസ്സിൽ നിൽക്കില്ല. പക്ഷെ ഒരു ഡിവോട്ടി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത് എങ്ങനെ വരുമെന്നറിയില്ല. കറക്റ്റായിട്ട് ആ ടൈമിന് ആ കാര്യം വരും. ടൈമിന് വന്നില്ലെങ്കിൽ ആ നോളജ് കൊണ്ട് എന്ത് പ്രയോജനമാണ്? കർണന് ടൈമിന് വന്നില്ല നോളജ്. എന്തുകൊണ്ട്? ഗുരുയുടെ ശാപം കൊണ്ട്, അല്ലേ? അപ്പോൾ പഠിച്ച വിദ്യ കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു? കർണൻ പോയി. അപ്പോൾ പഠിച്ച വിദ്യ കൃത്യമായിട്ട് വരണമെങ്കിൽ കൃഷ്ണാവബോധത്തിലിരുന്നാൽ കൃഷ്ണൻ എപ്പോഴും കൂടെ ഉണ്ടാകും. അല്ലെങ്കിലും കൂടെയുണ്ട്, പക്ഷേ ഒരു നോക്കെങ്കിലും തിരിഞ്ഞു നോക്കാൻ കൃഷ്ണൻ പറയുന്നു, അല്ലേ? 2 പക്ഷികളുണ്ട്. ഒരു പക്ഷി ഭൗതികമായിട്ട് പഴങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, വേറൊരു പക്ഷി അതിനെ വിറ്റ്നസ്സായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടായിരുന്നു. എത്ര പഴം കഴിച്ചു? 3 എണ്ണം കഴിച്ചു. ഒരെണ്ണം പോലും എനിക്ക് തരാതെ കഴിച്ചു. കൃഷ്ണൻ അങ്ങനെയാണ് നോക്കുന്നത്. ഈ ഭൗതിക ലോകത്തിലുള്ളതെല്ലാം കൃഷ്ണന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു. പക്ഷേ ഈ പക്ഷി എന്താ ചെയ്യുന്നത്? അത് കൃഷ്ണന് കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ എങ്ങനെ നോക്കും? ഒരിക്കൽ തിരിഞ്ഞു നോക്കുക തന്നെ, എനിക്ക് ഒരെണ്ണം താ. കൃഷ്ണന് വേണ്ടിയിട്ടാണോ? കൃഷ്ണനാണ് നമുക്ക് തന്നത്, പക്ഷെ സ്നേഹപൂർവ്വം താ. അതിനെ അക്സെപ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കൽ പ്രേമം ഉണ്ടാകും, കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകും. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? അത് ചെയ്യുന്നില്ല, മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഗുരു എന്ന് പറയുന്ന വ്യക്തി ഈ ആധ്യാത്മിക ജ്ഞാനം നമുക്ക് പഠിപ്പിക്കും. ഒരു സാധു ഈ ആധ്യാത്മിക ജ്ഞാനം പഠിപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഗോപാലകൃഷ്ണ മഹാരാജ് ഈ ഭൂമി വിട്ട് പോയി, അദ്ദേഹം ധാമത്തിൽ തിരിച്ചു പോയെങ്കിൽ ആർക്കാ നഷ്ടം? അദ്ദേഹത്തിന് നഷ്ടമാണോ? അദ്ദേഹം ഹാപ്പി, ഇനി ഭഗവാന്റെ ഒപ്പം ലീലയിൽ പങ്കെടുക്കും, ഇല്ലെങ്കിൽ വേറൊരു പ്ലാനറ്റിൽ പോയിട്ട് അടുത്ത പ്രീച്ചിങ് തുടങ്ങും അദ്ദേഹം. പക്ഷെ നഷ്ടം ആർക്കാണ്? യൂസ് ചെയ്യാതെ വിട്ടവർക്കെല്ലാം നഷ്ടം, അല്ലേ? പക്ഷെ ആചാര്യാസ് ഒരിക്കലും തിരിച്ചു പോകുന്നില്ല. അവരെല്ലാം പുസ്തക രൂപത്തിലുണ്ട്, അവരുടെ ലെക്ചേഴ്സ് രൂപത്തിൽ ഇപ്പോഴും ഭൂമിയിലുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ ആചാര്യാസ് എന്താ ശാസ്ത്രം പഠിക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? നമ്മൾ കൃഷ്ണനെ മറക്കാതിരിക്കാം. കൃഷ്ണനുമായിട്ട് നമുക്കുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രം പഠിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമല്ല. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കൃഷ്ണനാമം നമ്മളെ രക്ഷിക്കും. പക്ഷെ കൃഷ്ണനാമം രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ആ വിളിയുടെ ഇതുണ്ട്. കുട്ടി കരയും പോലെയാണ്. കുട്ടി പാല് അമ്മ പാലെന്ന് പറയും, കൊടുക്കൂല. ഇതാ വരണേ അടുപ്പിൽ എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാ വരുന്നു. അവസാനം വിശന്നിട്ട് ഒരു കരച്ചിൽ കരയും. അപ്പോൾ എല്ലാം ഇട്ട് ഓടി വരും, അല്ലേ? അപ്പോൾ വിളിയുടെ കാഠിന്യമാണ്, ഏത് രീതിയിലാണ് നമ്മൾ വിളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞാൽ തീർച്ചയായും കൃഷ്ണൻ രക്ഷിക്കാം. അമ്മ തരാതിരിക്കില്ല പാല്, പക്ഷെ അതൊക്കെ കുറച്ച് ലേറ്റാക്കി തരും. ഇമ്മീഡിയറ്റായിട്ട് വേണമെങ്കിൽ എങ്ങനെ വിളിക്കണം? ഉള്ളിൽ നിന്ന് വിളിക്കണം. അകത്തുനിന്നൊരു വിശന്നിട്ടൊരു വിളി ഉണ്ടാവില്ലേ? അല്ല, വേറെ ഗതികെട്ട് വിളിക്കില്ലേ? ദ്രൗപദി വിളിച്ചില്ലേ അകത്തുനിന്ന്? വേറെ ഒരു ഗതിയും ഇല്ലാതെ കൃഷ്ണ എന്ന് വിളിച്ചില്ലേ? അതുപോലെ വിളിക്കുമ്പോൾ ആര് പ്രത്യക്ഷമാകും? ഭഗവാൻ പ്രത്യക്ഷമാകും. അപ്പം ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവനുമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ പ്രകാശം എന്താണ് എന്ന് ചോദിച്ചാൽ അതും ഭഗവാനാണ്. അപ്പോൾ മായാവാദികൾ സാധാരണ കൃഷ്ണൻ്റെ രൂപത്തിനെ മാറ്റി വെച്ചിട്ട് ഈ ഉപനിഷത്തുകൾ വായിച്ചിട്ട് കൃഷ്ണൻ എവിടെയാണെന്ന് പറയും, ദൂരെയാണെന്ന് തന്നെ വെച്ചിരിക്കും, അടുത്താണെന്ന് എടുക്കില്ല. അവർ വലിയ ദൂരെയാക്കി വെച്ചിരിക്കും കൃഷ്ണനെ. കാരണം കൃഷ്ണൻ്റെ ശരീരത്തിലുള്ള പ്രകാശമാണ് ഗോലോക വൃന്ദാവനത്തിലും വൈകുണ്ഠ ലോകത്തിലും കൃഷ്ണൻ്റെ ശരീരം. അതുകൊണ്ടാണ് ആ ധാമത്തിൽ എപ്പോഴും പ്രകാശിക്കുന്നു എന്ന് പറയുന്നത്. ഗോലോക വൃന്ദാവനം എങ്ങനെയാണ്? അവിടെ എപ്പോഴും നത്തത്പാശായതേ സൂര്യോ നശശാങ്കോ നപാവഹ യത്കത്വാണാ നിവർത്തന്തെ തദ്ധാമ പരമമ്മ. അവിടെ സൂര്യൻ പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ലൈറ്റ് എന്താ ഇവിടെ ഇല്ലാത്തത്?
എന്തുകൊണ്ട് വന്നില്ല? അത് എപ്പോഴും പ്രകാശിക്കുന്ന സ്ഥലമല്ലേ, ആ ലൈറ്റ് താഴോട്ട് വരണ്ടേ? എന്താ വരാത്തത്? വരുന്നുണ്ടോ? വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? അതിൻ്റെ ഇടയ്ക്കൊരു മേഘമുണ്ട്, മഹത്തത്വം എന്ന് പറയുന്ന മേഘം ഇങ്ങനെ മുഴുവൻ ലൈറ്റിനെ അങ്ങ് കവർ ചെയ്യും. കാരണം ഇവിടെ ഉള്ളവർക്ക് ഒരു ക്വാളിറ്റി ഇല്ല, നീ അങ്ങനെ ഇരുട്ടിയിരുന്നാൽ മതി അല്ലേ. ജയിലിൽ ചില സ്പെഷ്യൽ റൂം ഉണ്ടാകും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കൂടുതൽ തെറ്റ് ചെയ്തവർ ആ റൂമിലിട്ട് ലൈറ്റും വെളിച്ചമൊന്നുമില്ലാതെ ആഹാരമൊക്കെ ഒരു നേരമൊക്കെ കൊടുത്തിട്ടിടും. എന്തിനാ? കാരാഗ്രഹം പണ്ടെന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇരുട്ടിൽ കിടക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ തെറ്റി വേറെ ഗതികെട്ട് ശരണം പ്രാപിക്കും. ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല, ഇനി പുറത്തു വന്നാൽ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള അവസ്ഥയിൽ വരും. അപ്പോൾ ഭൂമിയിൽ ഈ ലൈറ്റ് കുറയ്ക്കാൻ കാരണം നീ ഡാർക്കായിട്ടുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് പണിഷ്മെൻറ്റ് കഴിഞ്ഞാൽ നീ ഇമ്മീഡിയറ്റായിട്ട് ലൈറ്റിലോട്ട് വരണം അല്ലേ. അസത്തോമ സത്കമയ തമസോമയ ജ്യോതിർഗമയ അല്ലേ. അസത്തിൽ നിന്ന് സത്തിൽ വരിക, തമസിൽ നിന്ന് ജ്യോതിർൽ വരിക, ലൈറ്റിൽ വരിക. മൃത്യോമ അമൃതം ഗമയ, മരണത്തിലിരുന്ന് ഏതിലൂടെ പോവുക? മരണമില്ലാത്ത അവസ്ഥയിലോട്ട് പോവുക. അങ്ങനെയല്ലേ പറയുന്നത് ശാസ്ത്രം. അപ്പോൾ ഈ ലൈറ്റ് എന്തുകൊണ്ട് അവിടെ നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭൗതിക ലോകമാണ്. എന്നാൽ ഇവിടെ ഭഗവാൻ ലൈറ്റ് തന്നിട്ടുണ്ട്, പക്ഷെ ആ ലൈറ്റിന് ലിമിറ്റുണ്ട്, ടൈമുണ്ട്. കറക്റ്റ് 12 മണിക്കൂറേ ഉള്ളൂ. അതിനപ്പുറം കുറച്ച്, അതായത് കുറച്ച് ഓർമ്മിപ്പിക്കും, കുറച്ച് മറപ്പിക്കും. എന്തിനാണ്? ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആരെ ശരണം പ്രാപിക്കണം? ഭഗവാനെ ശരണം പ്രാപിക്കണം. അതുകൊണ്ടാണ് ഭൗതിക ലോകത്തിൽ സുഖവും ദുഃഖവും. ദുഃഖം മാത്രം തന്നാൽ നരകമായി, സുഖം മാത്രം തന്നാൽ സ്വർഗ്ഗമായിരിക്കും. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കെന്താണ് പെട്ടെന്ന് ഓർക്കണം, ഭഗവാനെ ഓർക്കണം. ബെസ്റ്റ് പ്ലേസാണ് ഏത്? സ്വർഗത്തിനേക്കാളും നല്ല സ്ഥലമാണ് ഏത്? ഭൂമി. നരകത്തിനേക്കാളും നല്ല സ്ഥലമാണ് ഏത്? ഭൂമി. കാരണം നരകത്തിൽ ഫുള്ളി കരഞ്ഞുകൊണ്ടിരിക്കും, ഡെയിലി അടി വാങ്ങിച്ചുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ ഡെയിലി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടും കൃഷ്ണനെ ഓർക്കാൻ പറ്റില്ല. ഇത് അവസരമാണ്. ഒരു ദിവസം അടി കിട്ടി, ഒരു ദിവസം ചിരിച്ച് കളിച്ചു. അച്ഛൻ എങ്ങനെയാണ്? 2 ചീത്ത പറയും, പിന്നെ പതുക്കെ പോയി കപ്പലിന് മുട്ടായി വാങ്ങിച്ചു. എന്തിനാണ്? 2 കൊടുത്തിട്ട് അതിനങ്ങനെ വിട്ടാൽ പിന്നെ അച്ഛൻ്റെ അടുത്ത് വൈരാഗ്യം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയല്ല, വാ ഞാനൊരു മുട്ടായൊക്കെ വാങ്ങിച്ചാൽ ഇനി ചെയ്യരുത് കേട്ടോ എന്ന് പറയും. അപ്പോൾ മുട്ടായി ഇനി ചെയ്യില്ല എന്ന് പറയും. അപ്പോൾ 2 അവസ്ഥയും ഈ ദ്വന്ദ്വങ്ങൾ ഈ ലോകത്തിൽ വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഈസിയാണ് ആരെ ഓർമ്മിക്കാൻ? ഭഗവാനെ ഓർക്കാനുള്ളത് ഭയങ്കര ഈസിയായ ഒരു സ്ഥലമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ കാരുണ്യപൂർവ്വം ഇവിടെയും തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? ഭഗവാന്റെ പ്രകാശം ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ സൂര്യൻ എവിടെയാണോ ഇരിക്കുന്നത് അതുപോലെ എല്ലാ ഗ്രഹത്തിലും സൂര്യൻ കിട്ടും, എല്ലായിടത്തും സൂര്യൻ കിട്ടും. ഇന്ത്യയിലിരുന്നിട്ടും പറയും സൂര്യൻ എൻ്റെ തലയുടെ മേലെ എന്ന് പറയും, അമേരിക്കയിലിരുന്ന് പറയും സൂര്യൻ എൻ്റെ തലയുടെ മേലെ എന്ന് പറയും. ഓരോരുത്തരും പറയും എൻ്റെ തലയുടെ മേലെ. അപ്പോൾ സൂര്യൻ എവിടെയായിരിക്കുന്നത്? എല്ലാവരുടെ തലയുടെ മേലെയായിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഭഗവാൻ ഈ വിസ്തരി എങ്ങനെ ക്ഷീരോദക സായി വിഷ്ണുവായിട്ട് എല്ലാവരുടെ ഹൃദയത്തിലും ഇങ്ങനെ സെപ്പറേറ്റായിട്ട് പോയി. അപ്പോൾ പിന്നെയും മായാവതി എന്ത് പറയും വെച്ചാൽ കൃഷ്ണൻ ഭൂമിയിൽ വന്നപ്പോൾ ഒരുപാട് എക്സ്പാൻഷൻ എടുത്തു, അതുകൊണ്ട് കൃഷ്ണൻ്റെ ശക്തി പോകും. അപ്പോൾ ചിലരിങ്ങനെ പറയും കൃഷ്ണൻ്റെ ശക്തി കുറയും. എങ്ങനെ ശക്തി കുറയും? ഇങ്ങനെ ഒരുന്ന് കുറച്ചായിട്ട് എടുത്ത് കാരണം കൃഷ്ണൻ വിസ്തരിച്ചല്ലേ. ഒരാളുടെ പവറാണ്, ഇത്രയും കോടാനുകോടി ജീവാത്മാക്കളുടെ ഹൃദയത്തിൽ കൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ പവർ എന്ത് കുറയും. ഇനി മേലെ ഇരിക്കുമ്പോൾ ഭയങ്കര പവർഫുള്ളാണ് അല്ലേ. അവിടെ മായ ഒന്നും പിടിച്ചിട്ടില്ല. ഭൂമിയിൽ വന്നപ്പോൾ ഈ പെണ്ണുങ്ങളുടെ ബാക്കിൽ കൂടെയൊക്കെ പോയി മായ പിടിച്ചു, കൃഷ്ണനെയും മായ പിടിച്ചത്. അപ്പോൾ കൃഷ്ണനെ അവർ മനസ്സിലാക്കിയില്ല. ഉപനിഷത്ത് വായിച്ചിട്ടും അവർക്ക് മനസ്സിലായില്ല അല്ലേ. കൃഷ്ണൻ എല്ലാവരുടെ ഹൃദയത്തിലും ഇരിക്കുന്നു. പക്ഷേ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യതേ പിന്നെയും അത് അവശേഷിക്കും. എന്താണ്? ആദ്യത്തെ ലൈറ്റ് അങ്ങനെ തന്നെ ഉണ്ടാകും. ഒരു മെഴുകുതിരി ഇവിടെ വെച്ചിരുന്നാൽ ആ മെഴുകുതിരി അവിടെ തന്നെ ഉണ്ടാകും. ആ മെഴുകുതിരിയിൽ നിന്ന് ഒരു മെഴുകുതിരി കത്തിച്ചിടുന്നു, പിന്നെ ആ ലൈറ്റ് അതുപോലെ ഇരിക്കും. അതിൽ കുറവുണ്ടാവുക? ഇവിടെ നിന്ന് കുറച്ചെടുത്തോ? ഇല്ല, ലൈറ്റ് അവിടെ തന്നെ ഉണ്ട്. അടുത്ത ഒരു മെഴുകുതിരി 100, 1000, ലക്ഷങ്ങൾ മെഴുകുതിരി കൊളുത്തിയാലും ഈ ലൈറ്റിന് എന്തെങ്കിലും കുറവുണ്ടാകുമോ? അവിടെ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ. അപ്പോൾ അവശേഷിക്കും. ഏതവശേഷിക്കും? ആദ്യത്തെ ആ ഫസ്റ്റ് ലൈറ്റ് അങ്ങനെ തന്നെ ഒറിജിനലായിട്ട് നിൽക്കുമെന്ന് പറയും. അപ്പോൾ പരമപുരുഷനെ ആരാണോ അങ്ങനെ മനസ്സിലാക്കുന്നത്, കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്, അവർക്ക് കൃഷ്ണപ്രേമം ഉണ്ടാകും, അവർക്ക് കൃഷ്ണഭക്തി ഉണ്ടാകും. അപ്പോൾ കൃഷ്ണബോധം അത് പ്രാക്ടീസ് ചെയ്യണം, നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ? ഗുരുവിടെ അണ്ടറിൽ ഗുരുവിടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിരന്തരം ആരാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് ബോധം ഉണ്ടാകും. കൃഷ്ണൻ ഉണ്ടാകുന്നുണ്ട്. എല്ലാവരുടെ വീട്ടിലും കൃഷ്ണനുണ്ട്, വിഗ്രഹമുണ്ട്, ഫോട്ടോ ഉണ്ട്, ബുക്കുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ബോധമുണ്ടോ?
പിന്നെ എന്തിനാ കൃഷ്ണൻ അല്ലേ? ശ്രീമദ് ഭാഗവതത്തിന് കൃഷ്ണന് വ്യത്യാസമില്ല. അപ്പം ശ്രീമദ് ഭാഗവതം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? കൃഷ്ണനുണ്ട്, സാക്ഷാത് കൃഷ്ണനുണ്ട്. പക്ഷേ എന്തില്ല? അതുകൊണ്ടാണ് പ്രഭുപാദ് എന്ന് പറയുന്നത് കൃഷ്ണാവബോധം. പ്രഭുപാദ് വളരെ ക്ലിയറായിട്ട് പേര് വെച്ചു, ബോധത്തിൽ കൃഷ്ണൻ. അതായത് ഇതാണ് പ്രഭുപാദിൻ്റെ മൂഡ്, പ്രഭുപാദിൻ്റെ മിഷൻ മൂഡെന്ന് പറയുന്നത്. പ്രഭുപാദിൻ്റെ മൂഡ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ജീവാത്മാക്കളെ കൊണ്ടും കൃഷ്ണ കൃഷ്ണ എന്ന് പറയണം. ഈ ശ്ലോകത്തിൽ വേണമെങ്കിലും കൃഷ്ണ എന്ന് പറയാതെ അത് എന്ന് തന്നെ പ്രഭുപാദിന് പറയാമായിരുന്നു. പക്ഷെ പ്രഭുപാദ് അത് എന്നുള്ളതിനെ മാറ്റിയിട്ട് അവിടെ കൃഷ്ണ പരമപുരുഷൻ എന്ന് വെച്ചു. അതിൻ്റെ അർത്ഥം പ്രഭുപാദിൻ്റെ മൂഡ് എങ്ങനെ വായിച്ചാലും ശരി നിങ്ങൾ കൃഷ്ണ ഓർക്കണം, കൃഷ്ണ ശരണം പ്രാപിക്കണം. ഇതാണ് മൂഡ്. അപ്പോൾ അങ്ങനെ ഒരു ആചാര്യനിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കണം സിൻസിയറായിട്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. जय श्रील प्रभुपाद की जय. वाञ्छाकल्पतरुभ्यस्य कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. अनंतकोटि वैष्णव वृंद की जय. श्रील प्रभुपाद की गौर प्रेमानंद.